സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായി എനിക്ക് ദൈവം ഒരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവരുടെ സാന്നിധ്യമാണ് ഞാൻ എൻ്റെ സഭയെ പണിയുമ്പോൾ. അപ്പോൾ സഭയുണ്ട്, പാതാള ഗോപുരമുണ്ട്. സ്തോത്രം. ആ പാതാള ഗോപുരം എത്ര തുറങ്ങൾ വെച്ച് കഴിഞ്ഞാലും അത് ദൈവത്തിൻ്റെ സഭയെ ബാധിക്കില്ല. സ്തോത്രം. അത് ദൈവം സ്വന്തം ശരീരവും സ്വന്തം രക്തവും കൊടുത്ത് അതിലേക്ക് വിലയ്ക്ക് വാങ്ങിയ സഭയാണ്. സ്തോത്രം. ഈ സഭയിൽ സ്തോത്രം സഭയുടെ പ്രമാണം ഈ വിശുദ്ധ വേദപുസ്തകമാണ്. ഇതിന്റെ പേര് സത്യവേദ പുസ്തകം. ഹോളി ബൈബിളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഒരു പുസ്തകത്തിലും ഇങ്ങനെ എഴുതിയിട്ടില്ല. ഹോളി ബൈബിൾ, വിശുദ്ധ ബൈബിൾ. സ്തോത്രം. അതൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം ചെയ്താട്ട് ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ ദൈവം എത്ര നല്ലവനാണ് ഇതിനെ തിരിച്ചറിയുവാനിടയായി. ഒരു കാലത്ത് ദൈവമില്ലാത്തവനായി സ്തോത്രം ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ഞാൻ നടന്നു. സ്തോത്രം. ദൈവമില്ലായിരുന്നു, ദേവനുമില്ലായിരുന്നു. സിഗരറ്റ് വലിച്ച്, ബീഡി വലിച്ച്, പിക്ചർ കണ്ട്, കള്ളു കുടിച്ച്, കൂട്ടുകാരുമായി തെണ്ടിത്തിരിഞ്ഞ് നടന്ന കാലത്ത് സ്തോത്രം അങ്ങനെ പോയി. എന്നാൽ ഒരു ദിവസം രോഗിയായി തീർന്നു. രോഗ്യത്തിൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ലോകത്തിലെ ഒരു ഡോക്ടർക്കും എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. 1987 എന്നെ സൗഖ്യമാക്കി. അന്ന് എന്നെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്ന. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നടപ്പ് നടക്കുവാൻ കഴിഞ്ഞില്ല. 6 മാസക്കാലം പാരലൈസായി കിടന്നു. ഇത് ദൈവത്തെ അറിയുവാനുള്ള ഇടയാക്കിയ സ്തോത്രം. അതുകൊണ്ട് ഒരു കഷ്ടത വരികയോ, ഞെരുക്കം വരികയോ, ബുദ്ധിമുട്ട് വരികയോ, ഭാരം വരികയോ, ദുഃഖം വരികയാണെങ്കിൽ ദൈവമക്കൾ ഓർത്തോണം, അതെന്റെ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ എന്നെ സന്ദർശിക്കുകയാണ്. അങ്ങനെയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. എല്ലാവർക്കും അറിയാം പെന്തക്കോസ്ത് അനുഭവം നല്ലതാണ്. അതിന് സ്തോത്രം പറഞ്ഞു. എല്ലാ ദൈവമക്കൾക്കും അറിയാം. എനിക്ക്
മാത്രം വരുമ്പോൾ ശബ്ദം കുറവാണ്, എന്താണെന്ന് അറിയത്തില്ല. സ്തോത്രം. എൻ്റെ ബന്ധുക്കോസ് അനുഭവം നല്ലതാണ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ ജീവിക്കാത്ത ആൾക്കാരുണ്ട്. സ്തോത്രം. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അച്ചായന്മാരും കൊണ്ട് സഭയിൽ ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്, അടിക്കുന്നവരുണ്ട്. ക്യാമ്പുകളിലാണെങ്കിൽ ഞാൻ ഈ ക്യാമ്പിലൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട്. വെള്ളം അടിച്ച് നടക്കുന്ന ബന്ധുക്കോസുകാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ളവർ ഒരിക്കലും ഈ ബന്ധുക്കോസ് അനുഭവത്തിലേക്ക് വരികയില്ല. കാരണം എന്താ? അവന്റെ ജീവിതം കൊണ്ട് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയാൽ. സഹോദരിമാരാണെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയും, യേശുവിനെ പറയും, ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കി പറയും, വഴിവിട്ട ജീവിതം ജീവിക്കും. സഹോദരന്മാരും സെയിം. പക്ഷെ അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്ന ഒരു ദൈവ വൈദ്യന് അവൻ സ്തോത്രം മരിച്ചിട്ട് ജീവിക്കുക. അപ്പോ അവന്റെ പാപത്തെ കഴുകി അവനൊരു പുതിയ മനുഷ്യനായി തീരുക. അപ്പൊ അവന്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഉണ്ട് ചിലർ കല്യാണം കഴിക്കാൻ പെന്തക്കോസിൽ പോവും, ചിലർ നല്ല ജോലിക്ക് വേണ്ടി പെന്തക്കോസിൽ പോവും, നല്ല വീട് ലഭിക്കാൻ പെന്തക്കോസിൽ പോവും. അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അതൊന്നും ശരിയല്ല. സ്തോത്രം. ഇനി ഞാൻ പറയാം, പെന്തക്കോസിലെ പാസ്റ്റർമാരും ദൈവമക്കളും മറ്റുള്ളവരോട് ഇരക്കുന്നതിനും യാതൊരു തെളിവും വേദപുസ്തകത്തിലില്ല. 10 പൈസ വാങ്ങാൻ അങ്ങനെ ഒരു വകുപ്പുമില്ല. ഒന്നിച്ചൊന്ന് സ്തോത്രം ഓടിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു സത്യം. കാരണം കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത് ഏരിയാവിനെ മൃഷ്ടാനഭോജനം കൊടുത്ത ഒരു ദൈവം ജീവിക്കുന്നു. നിന്റെ എല്ലാ വിഷയവും ദൈവത്തിനറിയാം. തലയിലെ തലമുടി അവൻ എണ്ണി വെച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഒരു അമ്മതിന്റെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. അനേക ദൈവവചനം നമുക്കുണ്ട്. മരിച്ച് ഒരു വ്യക്തി, ഒരു പൈതൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സഹോദരങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് മഞ്ചത്തെ തൊട്ട ദൈവമാണ്. അല്ലെങ്കിൽ ഏത് പ്രതികൂലങ്ങളിൽ വീണ്ടും നിന്നെ വീഴ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. മനുഷ്യൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെറുതായിട്ടൊന്നും വിചാരിക്കരുത്. 2 കാര്യം ദൈവമക്കളുണ്ട്. നരകമുണ്ട്, സ്വർഗവുമുണ്ട്. നരകമുണ്ട്, സ്വർഗമുണ്ട്. കർത്താവ് തന്നെയാണ് പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്, കർത്താവ്. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഇപ്പൊ വരുന്നില്ല. നരകമുണ്ട്, സ്വർഗമുണ്ട്. അതിന് യാതൊരു നരകത്തിൽ പോകുന്നവർ ഇപ്പൊ പോകുന്ന വഴിക്ക് പോയാൽ മനുഷ്യരായല്ലോ. അല്ല, സ്വർഗത്തിൽ പോകുന്നവനാണ്. അവനെ അറിയാം. അവന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. അവൻ ആരാധനയിൽ വരുമ്പോൾ സന്തോഷമുണ്ട്. അവൻ ആരാധനയിൽ പാടുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ, കരമടിക്കുന്നവനാ, സ്തോത്രം ചെല്ലുന്നവനാ. സ്തോത്രം. അവന്റെ ജീവിതം വിശുദ്ധ ജീവിതമാണ്. അവൻ സ്തോത്രം നടക്കുമ്പോൾ പിശാചോടും. സ്തോത്രം. അവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകും. അധികാരം തന്ന നസറേയനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭൂതബാധകളും ഓടിപ്പോകും. അങ്ങനെയാണ് നമ്മുടെ ദൈവത്തിന്റെ വചനം. സ്തോത്രം. കർത്താവ് ഏറ്റവും വലിയ ഒരു സ്തോത്രം വ്യക്തിയോട് പറഞ്ഞു. സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യമാണ്. സ്തോത്രം. അതിലിങ്ങനെയാണ് പറയുന്നത്. വായിച്ചാട്ട് പെട്ടെന്ന് 5-6 വാക്യം വായിക്കണം. നിക്കോദെമോസ് എന്ന് പറയുന്ന ഒരു പരീശനായ മനുഷ്യൻ, സ്തോത്രം, തിരുവചനം ന്യായപ്രമാണം നന്നായി അറിയുന്നവൻ, ദൈവത്തെ അറിയുന്നവൻ, മശീഹയെ അറിയുന്നവൻ, മശീഹയുടെ വരവിനായി കാത്തിരിക്കുന്നവൻ, യഹൂദ ജാതിയിൽപ്പെട്ടതിൽ ഏറ്റവും നല്ലൊരു വ്യക്തി. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട്, നല്ല സ്തോത്രം, നല്ല ജീവിതം നയിക്കുന്ന ഒരുവനോട് ഇവൻ രാത്രിയിൽ യേശുവിന്റെ അടുത്ത് ചെന്നു കാണാൻ. എന്നോട് പറയുകയാണ്, ഗുരു, നീ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ എനിക്ക് ഈ അത്ഭുതം ചെയ്യാൻ കഴിയില്ല. അപ്പൊ എത്ര വിലപ്പെട്ട ബുദ്ധിമാനും കഴിവുള്ളവരുമാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം നോക്കണം. ചില മനുഷ്യർ അത്ഭുതത്തിന്റെ മണ്ടയിലാ പോകുന്നത്. എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. സ്തോത്രം. നമുക്കറിയാലോ, താങ്കൂന്റെ അവിടെ അത്ഭുതം നടക്കുന്നു. ജീസസ് ലൈഫിൽ നടക്കുന്നു. അലിജോർജിന്റെ അവിടെ അത്ഭുതം നടക്കും. ഇഷ്ടം പോലെ അത്ഭുതം നടക്കുന്നു. ഈ അത്ഭുതം ഒന്നും ശാശ്വതമല്ല. ഇവരെന്നും താഴ്ച പറയും. ഒരു പ്രാവശ്യം ഞൊണ്ടി വരും, പിന്നത്തെ പ്രാവശ്യം 100 രൂപ പിന്നെ ഞൊണ്ടി വരും. അതൊന്നും അല്പം. ദൈവം ഒരുവനെ അത്ഭുതമായ സൗഖ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാദനെ ബാധിക്കത്തില്ല, ഒരു കാലത്തും ബാധിക്കത്തില്ല. പൂർണ്ണമായ
നിന്നുള്ള വിടുതല ദൈവം കൊടുക്കുന്നത്. നിന്റെ ആയുസ് നിനക്ക് വെച്ചിരിക്കണം വരെ എത്ര നാളാണെന്നറിയത്തില്ല, അത്രയും നാളും അവൻ കാപ്പാൻ സൂക്ഷിപ്പാൻ മതിയായി. അപ്പൊ ഇവൻ അവിടെ വന്നു, വന്നിട്ട് ദൈവത്തോട് പറയുകയാണ്. ആ വായിച്ചാട്ട് ഇനി ഒന്ന് വായിച്ചാട്ട്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയും. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു രാജ്യമുണ്ട്, പിന്നെന്തുണ്ട്? ഒരു ദൈവരാജ്യമുണ്ട്. നമ്മൾ ഈ വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് എങ്ങോട്ട് പോകാനാണ്? ദൈവരാജ്യത്തിലേക്ക് പോകാനാണ്. നിങ്ങൾ ഈ യെശയ്യാ പ്രവചനപ്പെടുത്തി 45-ാം അധ്യായം 12-ാം വാക്യം പെട്ടെന്ന് വായിക്കണം. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെ ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. 18-ാം വാക്യം, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, ഞാൻ തന്നെ യഹോവ, വ്യർത്ഥമായിട്ടല്ല ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. സ്തോത്രം. ഇവിടുത്തെ ജ്ഞാനികൾ ചന്ദ്രനെ പോവും, അവിടെ ആളുണ്ടോ ഇല്ലല്ലോ, മനുഷ്യനുണ്ടോ ഇല്ലയോ എന്നറിയാൻ അവിടെ പോയി തേടുക. സ്തോത്രം. പക്ഷെ ബൈബിൾ പറയുന്നു, വ്യർത്ഥമായല്ല ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാ? 16-ാം വാക്യം ഒരാൾ വായിച്ചിട്ട്, അവരെല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ. 12 ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞ വേറെ എവിടെയെങ്കിലും മനുഷ്യനുണ്ടോ? മനുഷ്യൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ആകാശം ഭൂമിയും മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിനോ മാറ്റം വരികയില്ല. അല്ല, ഇനി വേറെ ആളുണ്ടെങ്കിൽ ദൈവം കരുണയും മനസ്സിലുള്ള ദൈവങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എടുത്തു കളയാം. അങ്ങനാണെങ്കിൽ ഈ ചൊവ്വായിലും മറ്റുള്ള സ്ഥലങ്ങളിലും പോയി പിന്നെയും യേശു പോയി ഒന്നുകൂടെ ക്രൂശിക്കപ്പെടണം. മാനവജാതിയുടെ രക്ഷയില്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് രക്ഷ കൊടുക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നടക്കൂ. സ്തോത്രം. ആദാം പാപം ചെയ്തപ്പോൾ ഭൂമി ശപിക്കപ്പെട്ടു, പാമ്പ് ശപിക്കപ്പെട്ടു, മനുഷ്യൻ ശപിക്കപ്പെട്ടു, എല്ലാം 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 ശപിക്കപ്പെട്ടു. അതുകൊണ്ട് രോഗമുണ്ടായി, എല്ലാം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയെ നേടാൻ യേശു വന്നതാ. സ്തോത്രം. അപ്പോ ഇത് നിങ്ങൾ മറക്കരുത്. ഭൂമിയെ മനുഷ്യന് ദൈവം കൊടുത്തു, അതിൽ പാർക്കാൻ കൊടുത്തു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം തീർക്കാൻ യേശു ഈ ഭൂമിയിൽ ജാതകനാണ്. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. പെട്ടെന്ന് വായിക്കേ. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. കന്യക എന്ന് പറഞ്ഞ ഭർത്താവില്ലാതെ. സ്വോത്രം വന്നില്ല ഇവിടെ ഇരിക്കുന്നത്. ആ സഹോദരി പറഞ്ഞു, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഒരപ്പൻ പറയാൻ പറ്റത്തില്ല എന്റെ മക്കളാണ്. അതാരാ പറയണ്ടേ? പറയാ. അയ്യ, നിങ്ങളെയൊന്നും നാവില്ലയോ? അമ്മ പറയണം, ഇത് ഇന്ന ആളിന്റെ മകനാണ്. അല്ലാതൊന്നും ഒരു ഇല്ലെങ്കിൽ സംശയമാണ്. DNA ഒക്കെ എഴുതി. സ്തോത്രം. എന്താ നിങ്ങളൊരു സ്തോത്രം പറഞ്ഞേ? കാരണം അത് അറിയാമെന്ന് ആരാ? അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന. അപ്പോ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കന്യകയിലാണ് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചത്. അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് വേറെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കുക, സ്തോത്രം. കന്യകയാണ്. അപ്പൊ ഈ കന്യക ചോദിക്കുന്നുണ്ട്, സ്തോത്രം, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. വായിച്ചെടുത്തോറുണ്ടെങ്കിൽ കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, സ്തോത്രം എന്ന് പറഞ്ഞൊരു ദൂതൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. സ്തോത്രം. അതിലെ ദൂതൻ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വീണിടും. ഉന്നതന്റെ മേൽ ഉന്നതൻ, അത്യുന്നതൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ സ്പർശനത്താൽ യേശു ഭൂമിയിൽ ധരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള അല്ലാതെ സ്തോത്രം കന്യക ഗർഭിണിയാവുമെന്ന് ചോദിച്ചാൽ അവിടെ വായിച്ചത് അവിടെ ചോദിക്കുന്നുണ്ട്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രഭ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബെത്ത്. അതിന് വേണ്ടുണ്ടല്ലോ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതൊന്നുകൂടെ വായിച്ചു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ഇത്രയും അറിവ് ഈ ദൈവവചനത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഈ തിരുവചനം നീ മാർഗോട് ഇത്ര വലിയ ഒരറിവ് നീ എനിക്ക് തന്നല്ലോ. എന്റെ വിദ്യാഭ്യാസ ലോകം എന്നെ അനുഗ്രഹിച്ച ദൈവം എത്ര നല്ല ദൈവമാണ്. അവൻ ഈ ഭൂമിയെ നമുക്ക് വേണ്ടി തന്നു. മാനവയാളുടെ രക്ഷകൻ. ഇനിയോ സുശേഷം മൂന്നാം വാക്യം മുതൽ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ വിശ്വസിക്കണം. യേശുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒക്കത്തില്ല. 3:16 വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനെ ഏവനും നശിച്ചു പോകാതെ. അപ്പൊ യേശുവിൽ വിശ്വസിച്ചില്ല അവൻ നശിച്ചു പോകും. അവൻ നശിച്ചു പോകും. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ മാനവജാതിക്ക് വേണ്ടി നൽകി. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ ദൈവം നമുക്ക് തന്നതാ. അതാണ് നമ്മുടെ ദൈവം. കരുണയുള്ളവനാ, മനസ്സിലുള്ളവനാ, പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവമാ. അവനെ പോലെ വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവമില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അല്ല, ഇത് യേശു തന്നെ ഇത് പറയുന്നുണ്ട്. അതിന്റെ അതേ അധ്യായം 12 വാക്യം വായിച്ചാട്ടെ. സഹോദരി, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളുണ്ടെങ്കിൽ അതാരാ? പരിമല തിരുമേനിയാണോ? വേളാങ്കണ്ണിയാണോ? സ്വാമിയാണോ? അല്ലല്ലോ. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം ദൈവം. അവരെ പോലെ ഒരു ദൈവമില്ല. നമുക്ക് നല്ല പ്രൗഢിയായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതുപോലെ തിരുവചനത്തിൽ എഴുതിയിട്ട് നിങ്ങൾ നോക്കി. ഇതിനകത്ത് വേശ്യയുടെ പേരുണ്ട്, കള്ളന്റെ പേരുണ്ട്, സ്തോത്രം തോന്നിവാസം നടന്നവന്റെ പേരുണ്ട്, വെട്ടിക്കൊന്നവന്റെ പേരുണ്ട്, മോട്ടിച്ചവന്റെ പേരുണ്ട്, അപ്പനെ തല്ലിയവന്റെ പേരുണ്ട്, അപ്പനെ ചീത്ത വിളിച്ചവന്റെ പേരുണ്ട്. സകല തെറ്റും ഇതിനകത്ത് തെറ്റ് ചെയ്തവന്റെ പേരും വിശുദ്ധന്മാരുടെ പേരും എഴുതിയത് കൊണ്ടാണ് ഇതിന്റെ പേര് സത്യവേദം. ഒന്ന് മറച്ചു സത്യമായ വേറെ ഉള്ളതാണെങ്കിൽ മറച്ചു വെച്ചിട്ട് ഈ നല്ലവന്റെ മാത്രം കാര്യം, നല്ലവന്റെ മാത്രം കാര്യം. ഇത് നല്ലവന്റെ മാത്രമല്ല, ഇത് നിങ്ങൾ വായിച്ചു നോക്ക്. ഇതിനകത്ത് അഴുക്കവന്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറയുക, നീ അശുദ്ധനെ വിശുദ്ധനാക്കുന്നവനാണ്. പാപത്തെ തിരിച്ചറിയാൻ ഈ ദൈവവചനം തന്നിരിക്കുക. ഇത് വായിച്ചാൽ മാത്രമേ നിത്യത പോലെ ഈ സമയം ഓടിപ്പോവുക. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ പ്രസംഗം വരുന്നുണ്ട്. ദൈവവചനം എന്റെ അകത്ത് തുള്ളിക്കൊണ്ടിരിക്കുക. അത് പറഞ്ഞെങ്ങനെ ഇങ്ങോട്ട് തരണം എന്നെനിക്ക് അറിയത്തില്ല. എല്ലാം മാറ്റി വെച്ചിട്ട് ഈ കർത്താവിന്റെ മേശ ഞാൻ വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് വചനം സൃഷ്ടിച്ചേ. കാരണം വചനം ഒരു മനുഷ്യൻ വചനം ദൈവത്തിൻ്റെത്. അത് ക്രിയ ചെയ്യും. ക്രിയ ചെയ്യുക മാത്രമല്ല, ഏതും നശിച്ചവനെയും അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാം. ഏത് പാപിയെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം. ഏത് നരഭോജിയെ സ്വന്തം രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം. ഈ വചനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കേട്ടോ, കർത്താവ് ഈ ഭൂമിയിൽ ഒത്തിരി വിശുദ്ധന്മാരുണ്ട്, ഒത്തിരി ദൈവങ്ങളുണ്ട്, മനുഷ്യ ദൈവങ്ങളുണ്ട്. ആ ദൈവം ഇങ്ങനെയല്ല. ഞാൻ ഒരു ദൈവങ്ങളെ കുറ്റം പറയുന്നത്
ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. സ്തോത്രം. ഞാൻ ഭൂമിയിൽ എന്നെ ഒരാളാക്കിയതല്ല. ഒരു ദർശനം കൊണ്ടോ ഒരു വെളിപ്പാട് കൊണ്ടോ ഒരു പ്രവചനം കൊണ്ടോ ഞാൻ ആയതല്ല. പിന്നെ എന്നെ ഞാൻ പിതാവിന്റെ അടുത്തുനിന്നാ വന്നേ. അവിടെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലേ? അവിടെ ഉള്ള കാര്യം എങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുന്നത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് വന്നവനാ. ഈ സ്വർഗത്തിൽ നിന്ന് വന്നവനെ നമ്മള് ആരാധിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ തുള്ളി ചാടി. അപ്പം പോയ ശവക്കല്ലറയിൽ പോയാൽ മതി, അത് വിട്ടു അതുമില്ല. അവിടെ പോകണം, അവിടെ പോയി അടിയന്തരം വെക്കണം. രണ്ട് ഇന്ന് കോൺഗ്രസിന്റെ ഒരു ലീഡറെ എടുത്തു 3-4 പോയി മുത്തി വെച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. സ്വതന്ത്രം പ്രൈസലോട് എന്തോ കാര്യത്തിന് പോയാണ്. സ്വതന്ത്രം നാളെ മറ്റൊരു വലിച്ച് താഴെയിടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഈ പുള്ളി മുത്താൻ പോയിരിക്കുക. നമ്മൾ എങ്ങും മുത്തണ്ടി ഓർമ്മ സർവ ആലവീയ വ്യക്തികളുടെ മുട്ടുമടക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവങ്ങളെ സ്വന്തം. അതുകൊണ്ട് സ്വന്തം ഇവിടെ ഇനി ഈ യേശുവിനെ കുറിച്ച് ഒരു വാക്യം കൂടെ 1:1 14 വാക്യം കൂടെ വായിച്ചാട്ടെ. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന്. അപ്പൊ നമ്മുടെ യേശു കർത്താവിനെ ലോകരക്ഷിതാവായിട്ടാണ് അയച്ചിരിക്കുന്നത്. അത് ഈ ക്രിസ്ത്യാനിയുടെ രക്ഷകനല്ല, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം അയച്ചതല്ല. അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. ഞാൻ ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട് പറഞ്ഞേ? അവൻ എന്റെ രക്ഷിതാവാണ്. അതെ, അവൻ എന്റെ രക്ഷിതാവാണ്. അപ്പോസ്തലൻ പറഞ്ഞ 4:12 വായിച്ചേ. പെട്ടെന്ന് സ്വന്തം. അസ്വസ്ഥരായ ആരും ഇവിടെ ഇരിക്കരുത്, ഉറങ്ങരുത്. ഇതിനകത്തൊന്നും ജാസരക്കുമ്പോൾ നിങ്ങൾക്ക് വന്നി കയറും. കണ്ണു തുറന്ന് സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ജാസിനെ കൊണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ കണ്ണു തുറന്ന് വായ്പൊടിച്ചിങ്ങനെ ഇരുന്നാൽ മതി. ഒന്നും കുഴപ്പമില്ല. ജാസരക്കും മറ്റൊരുത്തരിലും രക്ഷയില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. ജംഗ്ഷനിലും റോഡിലും വ്യക്തിപരമായി സൈക്കിളെ വെച്ചും സ്കൂട്ടറെ വെച്ചും കാറെ വെച്ചും യേശു മാത്രം രക്ഷകനെന്ന് പറയാം. കാരണം എന്താണെന്നറിയാമോ? കേരളം മുഴുവൻ കിലോ കണക്കിന് കഞ്ചാവ് വിറ്റഴിക്കുമ്പോൾ ഒരു കുത്തിന് പറയുകയാണ്, നിന്റെ സന്തതിക്ക് നിന്റെ കഞ്ചാവിനെ കൊടുക്കരുത്. നിന്റെ സന്തതി നിത്യനരകത്തിൽ പോകും. നിങ്ങൾ സ്വന്തം രക്ഷകനെ തിരിച്ചറിയും. ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഇത് വിളിച്ചു പറയുന്ന ഒരേ ഒരു ജാതി മർത്തോമക്കാരനോ കത്തോലിക്കക്കാരനോ യാക്കോബക്കാരനോ സിഎസ്ഐക്കാരനോ വേറെ ആരുമല്ല, പെന്തിക്കോസ്തുകാരൻ മാത്രം പറയും. കാരണം അവൻ ഇത് വിട്ടുവന്നതാ. ഇതിന്റെ ടേസ്റ്റ് അവനെ അറിയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം വരെ. ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ ഇവിടെ സ്വന്തം ഈ ശമ്പളത്തിന് ഇവിടെ ആക്കി നല്ല കോഴിക്കാല് കഴിച്ച് നല്ല മട്ടനും കഴിച്ച് നല്ല ചിക്കനും കഴിച്ച് നല്ല സാധനങ്ങളൊക്കെ കഴിച്ചിരിക്കുമ്പോ സ്വന്തം അനേകരും നിന്റെ ചുറ്റുപാടുകൾ രക്ഷകനേറിയാതെ മദ്യപാൻ ഒരു ഓണം വരട്ടെ, ഓണത്തിന് വിട്ട അവരെ ഹിന്ദുക്കളാ. സ്വന്തം ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്ന ക്രിസ്തുമസിനും ഈസ്റ്ററിനുമാണ്. ഏറ്റവും കൂടുതൽ മരപ്പട്ടിയെ വരെ കൊല്ലുന്നത് ക്രിസ്തുമസിനും ഈസ്റ്ററിനുമാണ്. അവർക്ക് ആചാരങ്ങളായി മാറി. പക്ഷേ യേശു എന്തിനാ വന്നേ? നമ്മുടെ രക്ഷയ്ക്ക്. സ്തോത്രം. അത് മനസ്സിലാക്കാതെ അത് ആചരിക്കുക, കൊണ്ടുപോടുക. സ്തോത്രം. ഇനി നിങ്ങൾ വേണം ഒരു വാക്കും കൂടെ വായിക്കാം. എനിക്ക് സമയം വന്നല്ലോ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് വന്നേ. സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക്. ദൈവമേ സ്തോത്രം. സമയത്തെ നീ വിളിച്ചു നിർത്തുന്ന കർത്താവേ സ്തോത്രം. വായിച്ചാട്ട് 4-ാം അധ്യായം 12 മുതൽ വായിച്ച 11 മുതൽ വായിച്ചേ.
അങ്ങനെ നിങ്ങൾ അടുത്ത് വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്ന് അന്ധകാരവും മേഘവും സൂര്യനും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമറ്റത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു. ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ടൈമിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ദൈവം മോശ എന്ന് പറയുന്ന പ്രവാചകൻ, മോശ എന്ന പ്രവാചകനെ സ്വന്തം ക്രിസ്ത്യാനിയും യഹൂദനും മുസ്ലിമും ഒരുപോലെ വിശ്വസിക്കുകയും ഒരുപോലെ അറിയുന്നതുമാണ്. ആ പ്രമാണം അന്ന് ആദ്യത്തെ പ്രമാണം, സകല മനുഷ്യനും വേണ്ടി കൊടുത്ത ആദ്യത്തെ പ്രമാണം വായിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഈ മോശ മരിക്കാൻ സമയമായി. അന്നാലും താൻ ഒന്നുകൂടെ ഒന്ന് ആടൊക്കെ ചവച്ച് ചുമ്മാ കിടക്കുമ്പോൾ ചവച്ചിറക്കത്തില്ലയോ, അതിങ്ങനെ ചവക്കുന്നത് പോലെ ഒന്ന് അയവർക്ക് പറയുകയാണ്, ഇത് ഞാൻ പോകുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, വായിച്ചോ. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു. യഹോവ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അല്ല ഡിസ്പ്ലേ നോക്കി ശരിയാണോ എന്ന്. യഹോവ തീയുടെ നടുവിലായി ഇറങ്ങിയത്. അപ്പൊ ആദ്യത്തെ ന്യായ പ്രമാണം കൊടുക്കുമ്പോ ദൈവം മനസ്സിലാക്കിക്കോടും. പ്രമാണം കൊടുക്കുമ്പോ ദൈവം തീയുടെ നടുവിൽ ഇറങ്ങി. നിങ്ങളുടെ വാക്കുകളുടെ ശബ്ദം കേട്ടു. ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. പ്രമാണം കൊടുക്കുമ്പോ ദൈവം ശൗമേനെ വിളിച്ചു, മോശേനെ വിളിച്ചു, അബ്രാഹാമെ വിളിച്ചു, തോമസിനെ വിളിച്ചു, ജോയിയെ വിളിച്ചു. എന്നെ വിളിച്ച ദൈവം അവൻ ഹോമന പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. അങ്ങനെ അവൻ പേർ ചൊല്ലി വിളിച്ചു. മോശയോട് പറഞ്ഞു. മോശ പറയുകയാണ്, നിങ്ങൾ ഈ പ്രമാണം തരുമ്പോൾ നിങ്ങൾ തീയുടെ നടുവിൽ നിന്ന് ദൈവം സംസാരിച്ചതേ ഉള്ളൂ, ഒന്നും കണ്ടില്ല. അടുത്തത്, നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പനയിൽ എഴുതുകയും ചെയ്തു. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ ആ കാലത്ത് എന്നോട് കൽപ്പിച്ചു. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൻ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും രൂപം ഒന്നും കണ്ടില്ലല്ലോ. കോച്ചുകാരായ ദൈവമക്കൾ പോലും എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുത്തൻ ആട്ടി വരച്ചവന്റെ ഇത് യേശുവാണെന്ന് കൊച്ചുകുഞ്ഞുങ്ങളെ വിളിച്ച് പഠിപ്പിക്കാറുണ്ട്. അത് ചെയ്യരുത്. ഞാനൊരു ആചാരവും അനുഷ്ഠാനവും ചെയ്യരുത്. നോക്കിയിട്ടുണ്ട് നടക്കരുത്. അപ്പൊ ഒരു രൂപവും ഇല്ല. 3 പേര് മരിച്ചു, 2 കള്ളനും 1 യേശു. ആ യേശു മരിച്ച ക്രൂശ് നമ്മുടെ പാപത്തിന്റെ ശാപമായി അത് തമ്പുരാൻ തന്റെ തോളിൽ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ കുരിശിനെ നമ്മൾ അങ്ങനെ പറയുന്നത്. സ്തോത്രം, യേശു നമ്മുടെ ശാപമായി തീർന്നു. അപ്പൊ കുരിശ് ശാപമായിരുന്നു. സ്തോത്രം, അത് മനസ്സിലാക്കണം. അല്ലാതെ ആ കുരിശ് പിടിച്ച് ഇങ്ങനെ ഇട്ടോട്ട് നടക്കരുത്. ദൈവജനം സംസാരിക്കുമ്പോൾ ഉറക്കം തോന്നുന്ന ദൈവമൊക്കെ കാര്യം ദൈവത്തിന് സ്തോത്രം ചെയ്യും. നല്ല ഉറക്കം ഇവിടെ കിട്ടട്ടെ, വീട്ടിൽ ചെല്ലുമ്പോൾ ഉറക്കം വരാതെ വരട്ടെ. നല്ല ഉറക്കം അവിടെ എന്റെ ഉറക്കം പോയി ഇവിടെ വരും പ്രാർത്ഥിക്കാൻ. ഞാൻ ദൈവജനത്തിന് മാറ്റമില്ലാത്ത വചനമായി അല്ലാതെ അതിനകത്തപ്പുറം ഒരു കളങ്കവുമില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്നെ ദൈവം ശിക്ഷിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്തിലുള്ള ബാബ പറയരുത്. ദൈവവചനത്തിന്റെ മുന്നിൽ നിങ്ങൾ സന്തോഷിക്കും. ദൈവവചനം ഇത് വലുത്. ഭൂമിയുടെ യാതൊരുടെയും സാദൃശ്യമോ ഭൂമിക്ക് കുതിരെ പോത്ത് പോകുന്നു, പാമ്പിന്റെ മണ്ടേ പോകുന്നു, ശൂലം പിടിച്ച് ഇതൊന്നും വചനത്തിലില്ല. അതിന്റെ മണ്ടേ പോയി അങ്ങ് കുത്തിയിരിക്കുക. എന്റെ പൊന്ന് ദൈവമക്കളെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യാതൊരു മത്സ്യത്തിന്റെയോ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെ പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. വിഗ്രഹം ഉണ്ടാക്കുന്നവനെ വഷളത്വം ചെയ്യരുത്. നോക്കുക, ദൈവത്തിന്റെ വചനം എത്ര മഹാത്മ്യമാണ്. ഞാൻ ഇന്ന് പകൽ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, സ്തോത്രം, ദൈവമക്കളെ നമ്മൾ ഓർത്തു നോക്കണം.
സ്തോത്രം. കർത്താവിടെ പറയുകയാണ്, നീ നിത്യജീവനെ പ്രാപിക്കണം. നീ നിത്യജീവനെ പ്രാപിക്കണം. നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? വീണ്ടും ജനിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചാട്ട്. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാൻ? വലിയ ജ്ഞാനിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ എന്തുവാ പറയുന്നത്? വീണ്ടും ജനിക്കാൻ പറഞ്ഞാൽ ഇനിയും എനിക്ക് എന്റെ അമ്മയുടെ ഉദരത്തിൽ കയറാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ അടുത്തത് അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ സത്യം സത്യം എന്നാ. ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്തുകൊണ്ടാണ് ആത്മാവ്? ആത്മാവില്ലാതെ ഒരുത്തൻ രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുകയും ആ കൃപ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൃപയെന്ന് പറയുന്നത്, ആ കൃപ നമ്മളിൽ പകരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ബൾബ് കത്തുന്നത്, ഇരുട്ട് മാറുന്നത്. അവൻ എന്തിനു വേണ്ടിയാ? നിത്യ ജീവന് വേണ്ടി, ദൈവരാജ്യത്തിൽ കടക്കാൻ. അങ്ങനെ കടക്കാൻ കയറിയത് നമുക്ക് ഒരു കാര്യം ഉണ്ടെന്ന് പറയാം. നീ ദൈവരാജ്യം കടക്കാനുള്ള വിസ നിനക്ക് ലഭിച്ചു. ഇവിടെ ആണല്ലോ വിസ അടിച്ച് എല്ലാം ഇവിടെ വന്ന് കുറച്ച് കഴിയുന്ന ഉടനെ ഇപ്പൊ സീബ്ര ക്രോസിംഗ് ചെയ്താലും ഫൈൻ, എല്ലാത്തിനും ഫൈൻ. അപ്പൊ ഈ ഫൈൻ ഉണ്ട്, ഔട്ട് ആകരുത്. കൂടുതലായി കഴിയുന്ന ഉടനെ അവനെ നോ എൻട്രി എന്ന് പറഞ്ഞ് അടിച്ച് വെളിയിലൊക്കെ അടിക്കും. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവസാഹചര്യത്തിൽ വന്ന ദൈവമക്കൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കണം. അല്ലാതെ വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പോകരുത്. കാരണം ഇവിടെ അല്പനാളെ ഉള്ളൂ. ഏറെയായാൽ 70 അല്ലെ 80. അത് വളരെ ചുരുക്കമാണ്. സ്തോത്രം. അത് പെട്ടെന്ന് തീരും. നമുക്ക് നിത്യതയിൽ പോകണം. ഒരു ജീവിതം. സ്തോത്രം. അപ്പൊ വീണ്ടും ജനനം എന്ന് പറയുന്നത് സ്തോത്രം അങ്ങനെയാണ്. അപ്പൊ ഇത് വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ എബ്രായ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചു. 27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പൊ കൊണ്ടോണ്ട് ഈ നിത്യജീവനെ നീ പ്രാപിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവിന് വേണ്ടി എന്തോ ചെയ്യും? ന്യായവിധിയുണ്ട്. ഇനി മനുഷ്യന്റെ ജീവശ്വാസം എന്ന് പറയുന്നത്, അതിന് സമയമില്ല. ഉൽപ്പത്തി പുസ്തകം എടുക്കുന്നവർ പെട്ടെന്ന് വായിച്ചു. ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒന്നാണ് മനുഷ്യനിലുള്ളത്. അതിന് മുമ്പേ പൊടിയായി ഒരു സ്റ്റാച്യുവായി കിടക്കുകയാണ് ദൈവം. ഇനി ഞങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. മഹാദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന്, അന്ന് ഭൂമി വിശുദ്ധമാണ്. ഒരു പാപമില്ലാത്തടുത്ത് ദൈവം സ്വന്തം കരം കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നിട്ട് കുനിഞ്ഞ് ജീവശ്വാസം ഊതി ജീവനുള്ള ശിക്ഷയായി മാറി, ജീവനുള്ള മനുഷ്യനായി മാറി. അത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചു. എന്താ പറഞ്ഞ്? തോട്ടം ഉണ്ടാക്കി, തോട്ടത്തിൽ കാപ്പാൻ ദൈവമാക്കി. എന്നിട്ട് പറഞ്ഞു, നീ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും. തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവ ഒരു ക്ലാസ് വന്നു, സംസാരിച്ചപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നാളും തിന്നരുത്, നീ തൊടുക പോലും ചെയ്യരുത്. ഈ വാക്കുകൾ പറഞ്ഞു വെച്ച് തെറ്റിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അത് ത്യാഗ. ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ദൈവം തൊടുകയും ചെയ്യരുത്, തിന്നുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. തുടരുതെന്ന് ദൈവം പറഞ്ഞില്ല, തിന്നരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ കള്ളം പറയുമ്പോഴാണ് ആര് വരുന്ന കുഞ്ഞിരാണ്. പിശാച് വരുന്നത് എപ്പോ വരുമ്പോഴാണ്? കള്ളം പറയുമ്പോഴാണ്. കള്ളം പറയരുത്. ഒരു കള്ളം പറഞ്ഞാൽ 1000 കള്ളം പറഞ്ഞെങ്കിലേ അതിനൊന്നും എന്നാലും രക്ഷപ്പെടുമോ? ഇല്ല. പക്ഷെ ഒരു സത്യം ഒരടി കിട്ടി മരിക്കും, സാരമില്ല. പക്ഷെ അതുകൊണ്ട് തീർന്നു. കമ്പനി കള്ളത്തരം കാണിക്കുന്നവൻ, ഓവർ ടൈം എഴുതി കൂട്ടുന്നവൻ, പൈസ കണക്ക് കൂട്ടിയിട്ട് വേണ്ടി ഞാൻ രക്ഷിക്കട്ടെ വിടുന്ന ഉടനെ 2 ദിവസം വെട്ടിക്കുന്നവനായിരുന്നു. കൃപയാൽ അതിന് നോക്കിയ ദൈവം എന്നെ രക്ഷിച്ചു. സ്വന്തമാണ്.
നിങ്ങൾ ഞാൻ എൻ്റെ ഞാൻ സത്യമല്ല പറയല്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അന്ന് മോന്തരം ഈ കാപ്പിപ്പൊടി സ്തോത്രം കൊടുത്തുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അടി കിട്ടിയവരാരെങ്കിലും ഇന്നത്തുണ്ട്? എനിക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഒന്നര വടിയാ. അടി കിട്ടി കഴിഞ്ഞാൽ ചുറ്റും പിടിച്ച് ഒറ്റ വലിയും കൂടെ വലിക്കുന്നുണ്ട്. അത്രയും പോകും. സ്തോത്രം. ദൈവമക്കളെ, എന്നിട്ടും ശരിയായോ? തമ്പുരാനെ അറിഞ്ഞപ്പോഴാ ശരിയായോ? അപ്പൊ നോക്ക്, നിത്യജീവന് വേണ്ടി നാം എന്തോ ചെയ്യണം? നമ്മുടെ ജീവനെ നമ്മള് ദൈവസന്നിധി സമർപ്പിക്കണം. വീണ്ടും ജനിക്കണം. 5 മിനിറ്റ് കൊണ്ടുള്ള വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം എന്തിനാണ്? ഭൂമിയിൽ ജീവിക്കാനല്ല, പിന്നെ എങ്ങോട്ട് പോകാനാണ്? സ്വർഗരാജ്യത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരാമോ? ടിക്കറ്റ് എടുത്താൽ വരാൻ പറ്റില്ല. ഒന്നും പറ്റത്തില്ല. വിസ വേണം. വിസ വേണമെങ്കിൽ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പോലീസ് ചെക്കിങ് കഴിഞ്ഞ് സ്തോത്രം ഒന്നുകൂടെ പറഞ്ഞാൽ ഇപ്പൊ ബയോമെട്രിക്കും കഴിഞ്ഞ് സ്തോത്രം കഴിഞ്ഞതിന് ശേഷം ഈ സാധനം കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ UAE ഗവൺമെന്റിന് കൊടുക്കും. എനിക്ക് ഇവിടെ നിന്ന് വരണം. വിസിറ്റിലാണേലും വേണ്ടിയില്ല. എന്തോ ആദ്യം ചോദിക്കുന്നത് അച്ഛൻ്റെ പേര് പറഞ്ഞു. പേരൊന്നുമല്ല, പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കുമ്പോൾ പാസ്പോർട്ടിൽ വെച്ചിട്ട് അവർ സ്കാൻ ചെയ്ത് നോക്കി ഈ ആള് കറക്റ്റാണ് ആണ് എങ്കിൽ ഇങ്ങോട്ട് വരും. അവൻ പലയിടത്തും അവിടെ മാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അവന് വിസ കിട്ടത്തൊന്നുമില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. നീ ഏത് രാജ്യക്കാരനായിരുന്നാലും ശരി, ഇവിടുന്ന് ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകാൻ നിയമം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് വസിക്കുന്ന സ്ഥലത്തേക്ക്, കർത്താവിന്റെ രാജ്യത്തേക്ക്, ദൈവത്തിന്റെ രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഈ പാസ്പോർട്ട് കാണിച്ചാൽ പറ്റത്തില്ല. അതിന്റെ ജീവൻ നമ്മുടെ ദൈവത്തിന് കൊടുത്ത്, അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലെ അപ്പനും അമ്മയ്ക്ക് ഞാൻ ജനിച്ചു, ആ ജനനം കൊണ്ട് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർത്തോണം, അപ്പനെയും അമ്മയും അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ തല്ല് കിട്ടും. അവരെ അനുസരിക്കണം. ഇല്ലേ അവരെ വീട്ടിൽ നിന്ന് പുറത്ത് കാണിക്കും. പോയി വേറെ പണി നോക്കാൻ പറയും. കൊച്ചു പിള്ളേരാകുമ്പോൾ സഹിക്കും. സ്വന്തം മീശ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, താടി വെച്ചാൽ ഒട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഓർത്ത് നോക്കുക, പുറത്ത് ചാടിക്കും. അതുപോലെ തന്നെയാണ് അവിടെ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുക. ആ ദൈവം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവനെ ഇത്രയും ഒരു പാസ്പോർട്ടും വേണ്ട, ഒറ്റ പാസ്പോർട്ടേ ഉള്ളൂ. സ്വന്തം അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. വേണേ വായിച്ചോ വെളിപ്പാട് പുസ്തകം. സമയത്തോട് പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്ത് വരുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം. നോക്കിക്കോണേ, ഇതൊരു ന്യായവിധിയുടെ സിംഹാസനം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ന്യായവിധിയുടെ സിംഹാസനം. അതിൽ ഇരിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ്. വായിച്ചോ, അത് ഒരാൾ ഇവിടെ വേറൊരാൾ വായിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം സ്തോത്രം. അതിലെ 18 മുതലുള്ള വാക്യം വായിച്ചിട്ട് 18 മുതൽ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഹലോ, യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവൻ ദൈവത്തിന്റെ ഏകജാതനായ, ദൈവത്തിന്റെ 10 പിള്ളേരില്ല, ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാഞ്ഞാൽ അവന് ന്യായവിധി വന്നു. നീ വിശ്വസിച്ചില്ലേ? ന്യായവിധിയുണ്ട്. ന്യായവിധി എന്നതോ വെളിച്ചം. യേശു വെളിച്ചമാ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ ഉപ്പാകുന്നു. വെളിച്ചമായ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിനക്ക് ന്യായവിധിയുണ്ട്. നിനക്കുള്ള കുടുംബജീവിതം കാണും, നല്ല ജോലി കാണും, നല്ല ശമ്പളം കാണും, ആരോഗ്യമുള്ള മക്കൾ കാണും. കാര്യമില്ല, നിത്യരാജ്യത്തിൽ നീ പോകില്ല. ദൈവസന്നിധി ന്യായവിധിക്ക് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അടുത്തത്, അവർ വെളിച്ചത്തെക്കാൾ ലോകത്തെ സ്നേഹിച്ചു. കഞ്ചാവിനെയും കള്ളുകുടിയും തോന്നിവാസമുള്ള ജീവിതവും പരസ്ത്രീയുള്ള ജീവിതവും
അതിനെയും ഇരുട്ടിന്റെ പ്രവൃത്തികൾ നിനക്കുണ്ടെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കും. നിത്യജീവൻ. എവിടെ ശിക്ഷ? സ്തോത്രം. ഒന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചു പറഞ്ഞു. ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. എത്ര മിനിറ്റ് ഉണ്ട്? പെട്ടെന്ന് 5 മിനിറ്റ്. ഒന്ന് പെട്ടെന്ന് വായിച്ച്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ 30-ാം വാക്യം. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് മറ്റൊരു ഉപമ അവൻ 13-30. സ്വർഗ്ഗരാജ്യം കടുകുമണിയോട് ചോദിച്ചു. 13:36 മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിനും എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 12:5 വായിച്ച്. ഒരാൾ മർക്കോസ് 9:44 വായിച്ച്. ആരെ ഭയപ്പെടേണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അധികാരമുള്ളവനെ പിശാചിനെ ഭയപ്പെടാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 9:44 ഊനനായി ജീവനിൽ കിടക്കുന്നത് 2 കൈയുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അടുത്ത വാക്യം. നിന്റെ കാൽ നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിന് വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കിടക്കുന്നത് 2 കാര്യമുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ഈ നരകത്തിൽ പോകാതിരിക്കാൻ ദൈവമക്കളെ രക്ഷിക്കപ്പെടുന്നു. വേറൊന്നിനുമല്ല. ദൈവം പറഞ്ഞു, ഒന്ന് നിത്യരാജമുണ്ട്, 2 എന്തുകൊണ്ട്? നരകമുണ്ട്. സ്വന്തം 2 വഴിയേ ഉള്ളൂ. പക്ഷെ സമുദായക്കാർ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. പിന്നെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലേക്ക് കൊണ്ടുവെക്കും. എല്ലാ വർഷവും 40 ദിവസം പ്രാർത്ഥിച്ച് ഇന്ന് വരെ ആരും പോയിട്ടില്ല. ഇന്ന് വരെ ആരും. പിന്നെ ഒരു രസം എന്താണെന്നറിയാമോ? ഒരു അപ്പച്ചൻ, വല്യപ്പച്ചന് വേണ്ടി അത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പച്ചൻ മറ്റേ അപ്പച്ചൻ മരിക്കുന്നോടെ ഈ അപ്പച്ചനെ വിട്ടുകളയും. സ്തോത്രം. മനസ്സിലായോ? എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ല. കുറച്ച് നാളേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് മേലോട്ട് വലിച്ചു കയറ്റുന്നില്ല. അതുകൊണ്ട് ഇന്നിന്റെ ആ പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവക്കാരനെന്ന് പറഞ്ഞൊരു കാലമൊന്നും ഇല്ല. ആകെ ഉള്ളത് സ്വർഗമുണ്ട്, നരകമുണ്ട്. 2 കാര്യമേ ഉള്ളൂ. അതിനകത്ത് നീ തന്നെ തീരുമാനിക്കും പോകണം. ന്യായവിധിയെല്ലാം ആരെ ഏൽപ്പിച്ചു? കുഞ്ഞുങ്ങൾ പറയാം. ആരെ ഏൽപ്പിച്ചു? ഞാൻ നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം 21 മുതൽ വലിയൊരു വെള്ളസിംഹാസനവും കണ്ടു. അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഇവിടെ മരിച്ചവരുടെ പുസ്തകം പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ. ജനിച്ചവരുടെ പുസ്തകം വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പരിപാടി പോലീസ് സ്റ്റേഷനിലാണ് ചെയ്ത് കാണിച്ച സകല തെറ്റുകളുടെ രജിസ്ട്രേഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. പല പുസ്തകമുണ്ട്. അതിൽ ഒരു പുസ്തകമുണ്ട്. മരിച്ചിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം ന്യായവിധിക്ക് വിളിക്കുന്ന ഉടനെ ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ശിക്ഷയില്ലാതിരിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട്. നിനക്ക് ശിക്ഷയുണ്ട്. നിനക്ക് ശിക്ഷയുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, ദൈവത്തിന്റെ വചനം പറഞ്ഞ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കൊത്ത വിധിയുണ്ടായി. വിധിക്കുന്നവനാരപ്പം വിധിയല്ലോ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശു നിന്നെ വിധിക്കാൻ പോവുക. ഇന്ന് പകൽ നീ ശരിയായിക്കൊള്ളണം. ഇല്ലെങ്കിൽ യേശുവിനെ അറിയില്ലെങ്കിൽ
ജീവിതം ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ, ആരാധനയിൽ ഉഴപ്പ് കാണിക്കുന്നവര്, പ്രാർത്ഥിക്കുന്നതിൽ ഉഴപ്പ് കാണിക്കുന്നവര്, ഉച്ചകുത്തി കിടന്ന് ഉറങ്ങുന്നവര്, കൈകെട്ടി കിടന്ന് ഉറങ്ങുന്നവര്, നിന്റെ സഹോദരൻ ജോലിയില്ലാതെ, നിന്റെ സഹോദരൻ ജോലി അതിനൊരു ശമ്പളമില്ലാതെ രോഗിയായി കിടക്കുമ്പോൾ നീ നല്ല സൗമ്യമായി കിടന്ന് സ്വന്തം അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നതല്ല കിടക്കും. ഇടയ്ക്ക് മാത്രം കണ്ടു തൊഴി അമ്മ വല്ലതും തരണേന്ന്. അങ്ങനെ കിടക്കുന്നവരെ നിനക്ക് വെച്ചിട്ടുണ്ട്. തമ്പുരാനെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ വാ. അടുത്തത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. തീപ്പൊയ്ക രണ്ടാം. മരിച്ചവരവിടെ പോയിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ ശരീരം മരിച്ചു, ആത്മാവ് കൊണ്ട് അവിടെ പോയിരിക്കുക. ഈ ആത്മാവിനെ ശിക്ഷിക്കുന്ന സ്ഥലമാണ് ആ സിംഹാസനം. ഈ ആത്മാവിനെ ശിക്ഷിച്ചാൽ ഒന്ന് നിത്യത, ഇല്ലെങ്കിൽ പ്രതിഫലം, ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് നരകം. നരകത്തിൽ എന്തുകൊണ്ട്? കെടാത്ത തീയും ചാകാത്ത പുഴും. VS അച്യുതാനന്ദനോട് ചോദിച്ചപ്പോൾ കെടാത്ത തീയും ചാകാത്ത പുഴുവും. സ്തോത്രം. ഇതിലാരെങ്കിലും പോകും? കടക്കാരൻ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ഒറ്റ വ്യക്തി ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. സഹോദരി നീ ആയാലും സഹോദരൻ നീ ആയാലും, ഇത് ഈ സഭയുടെ ഉപദേശമല്ല, ദൈവരാജ്യത്തിന്റെ ഉപദേശമാണ്, നിത്യതയുടെ ഉപദേശമാണ്. ഇതുവരെ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ കാത്തിരുന്ന പ്രാർത്ഥനാ ജീവിതം നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. എന്റെ ആരെങ്കിലും ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. എനിക്ക് ഈ ജീവൻ ആവശ്യമാണ്, എനിക്ക് ഈ ന്യായവിധി വേണ്ട, ഈ ന്യായവിധിയിൽ ഞാൻ സ്തോത്രം തെറ്റി അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ വേണ്ട, എന്റെ ഹൃദയം ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്. ആരെങ്കിലും ഹൃദയത്തിൽ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്താം. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊരു അവസരമാണ്. സ്വന്തം ദൈവമക്കളെ എന്നും അവസരം കിട്ടത്തില്ല. മരണം നമ്മുടെ മുൻപിലുണ്ട്, എപ്പോഴാണെന്ന് അറിയത്തില്ല. എന്നാൽ ആ മരണത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിനക്ക് ശിക്ഷാവിധിയാൽ പോകാതിരിക്കേണ്ടത് യേശുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട അവസരം കടന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.